കേരളത്തിലെ കോർപ്പറേഷനുകളിലെ മേയർമാരൊക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് BJP ഇത് ആദ്യമായിട്ട് മേയറായിട്ട് വരുന്നത്. VV രാജേഷാണ് മേയർ. ശ്രീലേഖയുടെ പേരൊക്കെ നേരത്തെ ഉയർന്നു കേട്ടു. അത് സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായത് കേട്ടു. എന്തായാലും BJP തീരുമാനമെടുത്തു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ലാലി എന്ന് പറയുന്ന 4 തവണയോ മറ്റോ കൗൺസിലറാണ്. തനിക്ക് മേയർ സ്ഥാനം നിഷേധിച്ചത് തൻ്റെ പണമില്ലാത്തതുകൊണ്ടാണ്. ഡോക്ടർ നിജിക്ക് സ്ഥാനം കിട്ടിയത് അവരും ഭർത്താവും കൂടെ AICC നേതാക്കളെ കണ്ടതുകൊണ്ടാണ്, പണം കൊടുത്തുകൊണ്ടാണ്, ഈ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ മേയർ സ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിലുള്ള അടി എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെല്ലാം തമ്മിൽ ഒരു ഐക്യമില്ലായ്മ അതാണോ കാണിക്കുന്നത്? ഒന്ന് അവർ തമ്മിലുള്ള ഐക്യമുണ്ട്. വേറെ അതിനേക്കാളും വലിയൊരു ആശങ്ക സത്യത്തിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ UDF ഒരു മുൻകൈ കിട്ടിയിരിക്കുന്നു, വളരെ പ്രകടമായ മുൻകൈ കിട്ടിയിരിക്കുന്നു എന്നൊരു നല്ല മെസ്സേജ് ഉണ്ടായതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇപ്പോൾ കോർപ്പറേഷൻ മേയർമാരെയും മുനിസിപ്പൽ ചെയർമാൻമാരെയും തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് ഇന്ന് പോലും പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് ഈ കിട്ടിയ മേൽക്കൈ കോൺഗ്രസ് തന്നെ തകർത്തിരിക്കുന്നു എന്നാണ്. UDFന് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ധാരാളം വിമർശനങ്ങളാണ്, ചെറിയ വിമർശനങ്ങളുമല്ല. രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പിന്നാമ്പുറങ്ങൾ പറഞ്ഞു കേട്ടിരുന്ന കഥകൾ പച്ചക്ക് പറയുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ മേയറാകാൻ ആഗ്രഹിച്ചിരുന്ന ലാലി ജെയിംസ് പച്ചക്ക് പറയുന്നത് കേട്ടില്ലേ, എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് വിലക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇപ്പോൾ മേയർ സ്ഥാനം. അങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനം. അത് അഖിലേന്ത്യാ തലം തൊട്ട് AICC തൊട്ട് KPCC വരെയുള്ളവർ കച്ചവടക്കാരാണ്. DCCയെ കുറിച്ചുണ്ട് ആരോപണങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആയാൽ എന്താണ് സ്ഥിതി? എറണാകുളത്തെ കലഹം ഇപ്പോൾ അടങ്ങിയിട്ടതേ ഉള്ളൂ, ജസ്റ്റ് അടങ്ങിയിട്ടുള്ളൂ. ഏറ്റവും ആദ്യം തുടങ്ങിയത് അവിടെയാണ്. കാരണം ആദ്യം മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇവിടെ ആയതുകൊണ്ട് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ നടന്നത്. അപ്പം ഇങ്ങനെ പോയാലുള്ളൊരവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കേണ്ടത് 6 കോർപ്പറേഷനുകൾ. 6 കോർപ്പറേഷനുകളിൽ ആരോഗ്യകരമായ ഒരു ഭരണം കാഴ്ചവെച്ച് മത്സരിക്കാൻ പറ്റിയ അവസ്ഥയാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJPക്ക് കിട്ടി. അപ്പോൾ അവിടെ കെട്ടിയിരുന്നത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് VV രാജേഷിനെ പോലെ അദ്ദേഹം BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ 2 പേര് വരാനേ സാധ്യതയില്ലല്ലോ അവിടെ. ആദ്യമേ VV രാജേഷിന്റെ പേര് വരണ്ടേ? എന്തുകൊണ്ട് വന്നില്ല? 2 കാരണം കൊണ്ടാണ് വരാനിടയില്ലാത്തത്. VV രാജേഷിന്റെ ട്രാക്ക് റെക്കോർഡ് അത്ര ക്ലീൻ അല്ല. ധാരാളം ആരോപണങ്ങൾ നേരിട്ട ഒരാളാണ്, പാർട്ടിക്കാർക്ക് തന്നെ കൃത്യമായിട്ട് വിയോജിപ്പുള്ള ഒരാളാണ്. 2, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീലേഖയുടെ പേര് വന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരു ബ്യൂറോക്രാറ്റായിട്ട് വന്നയാളാണ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒന്നും ഉള്ള ഒരാളല്ല. ട്രാക്ക് റെക്കോർഡൊക്കെ ഈ ബ്യൂറോക്രാറ്റിൻ്റെതാണ്, ഉദ്യോഗസ്ഥയുടേതാണ്. എങ്കിലും അവർക്ക് എഫിഷ്യൻസി കൂടും. കറപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അവരുടെ രാഷ്ട്രീയ ജീവിതം ചെറുതായതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആരോപണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ശ്രീലേഖ വന്നോട്ടെ എന്ന് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവണം. കൂടെ ഒരു കാരണം കൂടിയുണ്ട്. വളരെ കൃത്യമായി കേരളത്തിലെ BJP നേതൃത്വത്തിൻ്റെ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന BJP നേതൃത്വത്തിൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർക്കെതിരെ വന്ന എല്ലാ ആരോപണങ്ങളും VV രാജേഷിനെതിരെയും വന്നതുകൊണ്ട് ഒരു മാറ്റമാവാമെന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു പുതുതലമുറ ലീഡർ, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ടല്ല, ഒരു ന്യൂജൻ കാഴ്ചപ്പാടുണ്ട് അദ്ദേഹത്തിന്. ജനങ്ങളുടെ മനസ്സിൽ ഒരു ക്ലീൻ ഇമേജ് വേണം. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന് കൃത്യമായി ഇടപെടാൻ പറ്റിയതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയം ഉണ്ടായതെന്ന് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ തോൽക്കുന്നത് ആരാണ്? ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ പാർട്ടിയെ, BJP എന്ന കേരളത്തിലെ പാർട്ടിയെ പുതുക്കി പണിയാനും ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന് കാണിച്ചു കൊടുക്കാനും അതുവഴി സംസ്ഥാനത്തെ ഒരു കോർപ്പറേഷൻ ഭരണത്തിൽ ഒരു പുതിയ തിളക്കം ഉണ്ടാക്കാനും ഒക്കെ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളാണ് പരാജയപ്പെട്ടതെന്ന് വേണം നമ്മൾ കാണാൻ. പരമ്പരാഗത രാഷ്ട്രീയം വിജയിക്കുകയും ഒരു പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാട് പരാജയപ്പെടുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇനി അങ്ങോട്ടെങ്കിലും ചരിത്രം കുറിച്ചു. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ ആദ്യത്തെ BJP മേയർ രാജഗോപാൽ കേരളത്തിലെ ആദ്യത്തെ BJP MLA എന്ന് പറയുന്ന പോലെയാണല്ലോ. സുരേഷ് ഗോപി കേരളത്തിലെ ആദ്യത്തെ BJP തെരഞ്ഞെടുക്കപ്പെട്ട MP എന്ന് പറയുന്ന പോലെ തന്നെയുള്ള റെക്കോർഡാണ് തിരുവനന്തപുരത്തിൻ്റെ ആദ്യത്തെ മേയർ. അതിനോട് കൂറു പുലർത്തി അത് കാശുണ്ടാക്കാനുള്ള ഒരു അവസരമാക്കാതെ ഒരു ക്ലീൻ ഇമേജുമായി മുന്നോട്ട് പോകാൻ VV രാജേഷിന് കഴിഞ്ഞാൽ നല്ലതാണ് തീർച്ചയായിട്ടും. അല്ല, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ, ആ BJP സർക്കാർ ലക്ഷ്യമിട്ട് കേരളത്തിലെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ പിടിച്ചെടുക്കാന്നുള്ള ആ ലക്ഷ്യം ഏതാണ്ട് പൂർത്തീകരിച്ചു. അത് അങ്ങനെ പൂർത്തീകരിച്ചാൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ പുതിയ പുതിയ പ്രോജക്റ്റുകൾ നടക്കാം, പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. അത് കൃത്യമായിട്ട് തലസ്ഥാന നഗരിയിൽ നടപ്പാക്കിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അതൊരു നേട്ടമാക്കി മാറ്റാം. ഇവിടെ ഇപ്പോൾ ശ്രീലേഖ എന്ന് പറയുന്ന ആൾ ക്ലെയിം ഉന്നയിക്കാനുള്ള കാര്യമൊന്നുമില്ല. കാരണം അവർ രാഷ്ട്രീയ പ്രവർത്തകയൊന്നും ആയിരുന്നില്ല.
മാത്രമല്ല വി രാജേഷിന് ആ കാര്യത്തിൽ ഒരു മുൻതൂക്കം കൊണ്ട് തന്നെ. ഇനി കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദീപ്തി മേരി വർഗീസ്, അവരുടെ പേരാണ് എപ്പോഴും കേൾക്കുന്നത്. കാരണം അവർ AICC അംഗം വരെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ദീപ്തി മേരി വർഗീസിനെ 2 ടീമിൽ ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് A വിഭാഗവും I വിഭാഗവും കൃത്യമായിട്ട് കളിച്ചിട്ട് മറ്റ് 2 പേരെ സ്ഥാനാർത്ഥികളാക്കി. അതിന് ലത്തീൻ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് സമുദായ സംഘടനകളൊക്കെ പിന്തുണ എന്നൊക്കെയാണ് പറയുന്നത്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യമായിട്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു ഡോക്ടറെ ഡോക്ടറെ കോർപ്പറേഷന്റെ മേയറാക്കുന്നു. ആ മേയറാക്കുന്നത് ദീപാദാസ് മുൻഷി അതുപോലെ തന്നെ മറ്റ് ചില AICC നേതാക്കളൊക്കെ ചേർന്നിട്ടാണെന്ന് ഇപ്പോൾ അവസരം നിഷേധിക്കപ്പെട്ട ലാലി പറയുന്നു. അപ്പോൾ കോൺഗ്രസിനുള്ളിലും ഇതുപോലെ തന്നെയുള്ള പടലപ്പടക്കങ്ങൾ വരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവർക്ക് നല്ല ഗുണം ചെയ്യും. അതല്ല, ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല വലിയ അപകടം ഉണ്ടാക്കും. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അവർക്ക് ഭരിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തിണങ്ങി വന്നപ്പോൾ അത് അവരായിട്ട് കളഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇത് അവരെ മാത്രമല്ല ബാധിക്കുക. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലോ കൊച്ചി കോർപ്പറേഷനിലോ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ അത് ബാധിക്കുക അവിടുത്തെ വോട്ടർമാരെ അല്ല, മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുത്താൽ അവരത് കാശ് വാങ്ങി വിൽക്കുന്നവരാണെന്നൊരു ചിത്രം ഉണ്ടാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇനി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് ആളുകൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപൂർവം ചില നേതാക്കൾ ഒഴികെ ബാക്കിയൊക്കെ അറിഞ്ഞോ അറിയാതെ അഴിമതിയുടെ ഭാഗമായി ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി പോകുന്നവരാണെന്ന് അവർക്കറിയാം. എന്നാൽ ആ ആരോപണം നേരിടാത്തൊരു പാർട്ടിയാണ് അല്ലെങ്കിൽ അതിന് സമാന്തരമായ സംശുദ്ധമായ രാഷ്ട്രീയ സംസ്കാരം മുന്നോട്ട് വെക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് BJPയിൽ നിന്ന്. അപ്പോൾ BJPക്കെതിരെയും ഇതേ സംഗതികൾ വരുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി ഇതിൽ ഏറ്റവും വലിയ നഷ്ടം വരുന്ന BJPക്കല്ല. കാരണം BJP ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്കത് പാച്ചപ്പ് ചെയ്യാൻ സമയമുണ്ട്. അവർ നാളെ പോയി കേരളം ഭരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവരുടെ ഇപ്പോഴത്തെ അജണ്ടയിലുള്ളത് തന്നെ 2031 എത്ര സീറ്റ് പിടിക്കുന്നതിനെ കുറിച്ചാണ്. 2026 പോലും അല്ല. 26 തെരഞ്ഞെടുപ്പ് അജണ്ടയിലല്ല. കൂടി വന്നാൽ 2 or 3 സീറ്റ് എന്നൊക്കെ അവർ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവുള്ളൂ. 2031 അവർക്ക് സമയമുണ്ട്. കോർപ്പറേഷൻ ഇനിയും ഭരിക്കാനുള്ള സമയമുണ്ട്. നിയമസഭാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമുണ്ട്. BJP പോലെ അല്ല കോൺഗ്രസ് ഭരണത്തിന്റെ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുക. ഈ ഭരണവിരുദ്ധ തരംഗം വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചതിന്റെ ഫലം കൂടിയാണ് അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം. അല്ലാതെ കോൺഗ്രസിന്റെ ഗുണം കൊണ്ടൊന്നും അല്ലല്ലോ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് ഇത്ര മേൽക്കൈ കിട്ടിയത് ഒരു കോർപ്പറേഷനിലും ഒരു മുനിസിപ്പാലിറ്റിയിലും അവിടെ ഭരിച്ചതിന്റെ ഗുണത്തിലല്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഇപ്പം ഞങ്ങളുടെ നഗരസഭ ഞാൻ കേട്ടിടത്തോളം ഏറ്റവും മോശമായി ഭരിച്ച ഒരു നഗരസഭയാണ്. അവിടെ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിരിക്കുന്നു UDF. ഇത് വ്യാപകമായിട്ട് കാണുന്നുണ്ടെന്നേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് കേരള സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്ത് മുതലെടുക്കേണ്ടത്, ആ വിധിയെഴുത്ത് ഉപയോഗപ്പെടുത്തേണ്ടത് മൊത്തത്തിൽ അടുത്ത സംസ്ഥാന ഭരണം പിടിച്ചുകൊണ്ടാണ്. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ കണ്ണൂരിലാണെങ്കിലും കോൺഗ്രസിന് വലിയ മേൽക്കൈ ഉണ്ടാകുന്നുണ്ട്. കൊല്ലത്തേക്ക് പോകുമ്പോൾ LDFന്റെ കുത്തകകളൊക്കെ തകർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ കോർപ്പറേഷനുകളിൽ UDFന് വലിയ മേൽക്കൈ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ CPM അല്ലെങ്കിൽ LDFന് വലിയ തിരിച്ചടിയാണ് കിട്ടുന്നത്. ഒരുപക്ഷെ ഈ മേയർ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ ഇതിനെയൊക്കെ വലിച്ച് താഴെ ഇടാനുള്ള തന്ത്രം എല്ലായ്പ്പോഴും LDF സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ കോർപ്പറേഷനുകൾ CPMന് പിടിച്ചെടുക്കാൻ കഴിയും. 2 കാരണം കൊണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, ഈ ചിത്രം നൽകുന്ന ആദ്യത്തെ മെസ്സേജ് ആർക്കുള്ളതാണ്? ഇവരെക്കാൾ ഭേദം ഈ പിണറായി വിജയൻ തന്നെ ഭരിച്ചോട്ടെ എന്നൊരു ചിന്ത ഉണ്ടാവും. തമ്മിലടി ഉണ്ടാവില്ല, അച്ചടക്കം ഉണ്ടാവും. ഏകാധിപതിയാണെങ്കിൽ പോലും ഒരു ലീഡർ ഉണ്ടല്ലോ പിണറായി എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. ഒന്ന്, ആ ഒരു മൈൻഡ് സെറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നാൽ അത് സംസ്ഥാന ഭരണത്തെ മാത്രമല്ല, ഇങ്ങനെയാണെങ്കിൽ ഈ കോർപ്പറേഷനുകളൊക്കെ ഒന്ന് കിട്ടുമോ നോക്കണം. എത്ര മുനിസിപ്പാലിറ്റികൾ അട്ടിമറിക്കാൻ പറ്റും നോക്കണം. ഇതൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് പലയിടത്തും. അതൊക്കെ മറിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ തന്നെ സുരക്ഷിതമായി ഇവർക്ക് ഇപ്പോൾ പലയിടത്തും ആലോചിച്ച് നോക്കൂ. ഇനി വരാൻ പോകുന്ന വേറൊരു കാര്യം, കോൺഗ്രസ് മേയർഷിപ്പ് ചെയർമാൻഷിപ്പൊക്കെ വീതം വെച്ചിരിക്കുന്നത് ടേം വൈസിലാണ്. ആദ്യത്തെ 2 കൊല്ലം അല്ലെങ്കിൽ ആദ്യത്തെ 2.5 കൊല്ലം അല്ലെങ്കിൽ ആദ്യത്തെ 1 കൊല്ലം ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. ആ 1 കൊല്ലം കഴിയുമ്പോൾ ഇവരെ ഒന്ന് ചാക്കിട്ടാൽ സമയത്ത് അവർക്ക് അധികാരത്തിൽ തുടരാൻ പറ്റും. അപ്പൊ ഇത് സുരക്ഷിതമല്ലാത്ത ഒട്ടേറെ മുനിസിപ്പാലിറ്റികളുണ്ട്. ഒട്ടേറെ ഇപ്പൊ നഗരസഭകളിൽ പോലും സാധ്യമാണ്, അട്ടിമറി സാധ്യതയുണ്ട്. ആ അട്ടിമറിക്ക് കിട്ടുന്ന അവസരമൊന്നും ഇന്നത്തെ ഇടതുപക്ഷം ആയതുകൊണ്ട് അവരത് കളയാനും സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും വലിയ അപകടത്തിലേക്കാണ് ഇപ്പോൾ കാണുന്ന പ്രവണത. ഇന്നിപ്പോൾ മേയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. മേയറും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയുമാണ് ഇന്ന് അധികാരം ഏൽക്കുന്നത്. ഈ പഞ്ചായത്തുകളും കൂടി അധികാരമേറ്റ് പൂർത്തിയാകുമ്പോഴേക്ക് പ്രാദേശിക തലത്തിൽ തന്നെ ഇത്തരം അധികാര വടംവലി മുന്നോട്ട് പോയാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് കണ്ടറിയണം. എന്തായാലും കോൺഗ്രസ് വളരെ ജാഗ്രതയോടെ പണിപ്പെട്ട് വളരെ തീവ്രമായ കർക്കശമായ നിലപാടുകളുടെ അടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ
3 മാസമല്ലേ ഉള്ളൂ, 3-4 മാസം മാക്സിമം. അതെ. 3 മാസം കഴിയുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് പണി തുടങ്ങാറായി. അപ്പോൾ കൂടി വന്നാൽ ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ ഇലക്ഷൻ വരണ്ടേ? അതെ. ഇതാ ജനുവരി പിറക്കുന്നു, നാളെ മറ്റന്നാൾ. അത് കഴിഞ്ഞാൽ ഇവിടെ ഈ 3 മാസത്തിനുള്ളിൽ ഇവർക്ക് എന്ത് ചെയ്യാനുള്ള സമയമുണ്ട്? അതുകൊണ്ട് ഈ ജനം കൊടുത്തിരിക്കുന്ന, ജനം ഇവരുടെ മെറിറ്റ് കൊണ്ടല്ല, ഈ ഭരണത്തോടുള്ള മടുപ്പ് കൊണ്ട് UDF കൊടുത്തിരിക്കുന്ന മെറിറ്റ് വോട്ടാക്കി മാറ്റി അതിൻ്റെ ആനുകൂല്യം എടുക്കാൻ UDF കഴിയുമോ ഇല്ലയോ എന്ന നിർണായകമായ ഘട്ടത്തിലാണ് ഈ കോർപ്പറേഷനിൽ അധികാരമേൽക്കുന്നത്. എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പുതിയ മേയർമാർ ഉടൻ രാജിവെക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന കാര്യം. അതും കാത്തിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.